നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷത്. നമുക്കിന്നൊരു ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മളൊരു ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ പ്രോഗ്രാമിൽ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ്, അതായത് ലൂപ്സ് വെച്ചിട്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു n = 5, എന്നിട്ട് 4i = 1, i less than equal to n, i plus plus. എന്നിട്ട് ഇവിടെ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു i. എന്നിട്ട് അവസാനം ഇത് ഓപ്പണിംഗ് ബ്രേസ് ഇടാം അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രേസ് ഇടാം, പ്രശ്നമൊന്നുമില്ല. ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും പറയാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിനായതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓർമ്മയാണ്. ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. സെമിക്കോളനൊക്കെ വേണമെങ്കിൽ ഇടാം. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കുക, എന്നിട്ട് ഫാക്ടോറിയൽ നമുക്ക് പ്രിൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഫാക്ടോറിയൽ കാണുന്നത്. ഇനി നമുക്ക് റിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കാണാമെന്നാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നില്ല. റിക്കേഷൻ മെത്തേഡ് തന്നെ ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ വെച്ചാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് കോൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ അല്ല, സെയിം ഫംഗ്ഷൻ തന്നെ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അകത്ത് പിന്നെയും സെയിം ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്തുകൊണ്ട് പോകുന്ന കൺസെപ്റ്റാണ് റിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ചെക്കിങ് എന്തെങ്കിലും നടക്കുമ്പോൾ ആ ഫംഗ്ഷൻ അവസാനിക്കും. ഓക്കെ, അതുവരെ ആ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ഫങ്ഷൻസ് കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ കോളിങ്ങും ഫംഗ്ഷൻ ഡിക്ലറേഷനും ഡിഫൈൻ എല്ലാം ചെയ്യുന്നുള്ള പരിപാടി എൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും എൻ്റെ മുമ്പത്തെ വീഡിയോ പോവുക, എന്നിട്ടും ഡൗട്ട് അടിക്കുന്നുണ്ട്, ഫംഗ്ഷൻ്റെ കാര്യം ഡൗട്ട് അടിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുക, ഞാനത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വരാം, റിക്കേഷനിലോട്ട് വരാം. അപ്പോൾ റിക്കേഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന വരെ. അതാണ് റിക്കേഷൻ. അപ്പോൾ നമ്മുടെ തിയറി ചെറിയൊരു പാർട്ട് കഴിഞ്ഞു റിക്കേഷനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് റിക്കേഷൻ എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് കോൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മുമ്പത്തെ ഇതിൽ sum2 എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സെൽഫ് കോൾ ചെയ്യുന്നില്ല, ഒരു 3 പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതല്ല കൺസെപ്റ്റ്. ഇറ്റ്സെൽഫ്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ കോൾ ചെയ്യണം, അതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വെറുതെ ഒന്ന് എഴുതി വെക്കാം. എന്തായാലും ഫംഗ്ഷനുള്ളിൽ ഫംഗ്ഷൻ കോൾ ചെയ്യണ്ടല്ലേ. അപ്പോൾ ഫംഗ്ഷൻ വെറുതെ ഒന്ന് എഴുതി വെക്കാം. ഫംഗ്ഷൻ വെറുതെ എഴുതുമ്പോൾ ഫംഗ്ഷൻ ഒന്നും വേണ്ട, ഒരു റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ, മെയിൻ ഫംഗ്ഷൻ പോലെ തന്നെ ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഴുതി വെക്കാം. എന്നിട്ട് റിട്ടേൺ 1. ഇത് സാധാരണ മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ. ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ്റെ അകത്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, അപ്പോൾ റിട്ടേൺ ഫാക്ടോറിയൽ ഓഫ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ഫംഗ്ഷൻ്റെ അകത്ത് സെയിം ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഒന്ന് കളറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമുക്കൊന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ആയിട്ട് എന്തായാലും നിങ്ങളുടെ ഫാക്ടറിൻ്റെ ലോജിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ലോജിക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമില്ല. പക്ഷേ ഇതെങ്ങനെ റിക്കേഴ്സീവായിട്ട് ചെയ്യാമെന്നുള്ള ലോജിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാം പ്രോഗ്രാം വെച്ച് തന്നെ. അപ്പോൾ ഇതിനെ fact.c എന്ന് സേവ് ചെയ്തു. സെയിം നമ്മുടെ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും #include stdio.h ആവശ്യമാണ്. അതേപോലെ തന്നെ ഇൻറ്റ് ഒരു മെയിൻ ഫംഗ്ഷൻ വേണം, റിട്ടേൺ 0. പിന്നെ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെന്ന് മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് താഴെ ഡിക്ലെയർ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിന് തന്നെ ഞാനൊന്ന് അവിടെ മുകളിലൊക്കെ എടുത്ത് വെക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാക്ടോറിയൽ കാണാനുള്ള പരിപാടി. എന്നിട്ട് അവസാനം ഫാക്ടോറിയൽ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷൻ പറഞ്ഞു വെച്ചു, ഇൻറ്റ് ഫാക്ടോറിയൽ എന്നിട്ട് റിട്ടേൺ ഫാക്ടോറിയൽ ഓഫ്. അപ്പോൾ ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ പറഞ്ഞു, ആ ഫാക്ടോറിയൽ തന്നെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതൊരു റിക്കേഷൻ ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിൽ വിളിക്കുന്നുണ്ട് ഫാക്ടോറിയൽ. സെയിം എന്തായാലും മെയിൻ ഫംഗ്ഷൻ കൂടിയല്ലേ വിളിക്കാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫാക്ടോറിയൽ വരില്ല. കാരണം മെയിൻ ഫംഗ്ഷനിൽ ഫാക്ടോറിയൽ വിളിച്ചു കഴിഞ്ഞാൽ നടക്കുള്ളൂ. കാരണം മെയിൻ ഫംഗ്ഷനാണ് ആദ്യം
റൺ ചെയ്യുന്നുള്ളത്, എന്നിട്ടത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് ഒരു ഫാക്ടോറിയൽ എന്നൊരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫാക്ടോറിയൽ എന്ന ഫംഗ്ഷനിലേക്ക് കോള് പോവും. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അതാണ് ഫങ്ഷൻസ് സാധാരണ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടാവും, റൺ ചെയ്ത് തീരൂല, അൺഡിഫൈൻഡായിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടാവും. അതായത് ഈ ഫാക്ടർ വിളിക്കും, ഫാക്ടർ പോവും, ഫാക്ടർ പോവും, ഫാക്ടർ വിളിക്കും, ഫാക്ടർ പോവും, ഫാക്ടർ, അങ്ങനെ ഫാക്ടർ ഫംഗ്ഷൻ്റെ വിളിയാണ്. അപ്പോൾ റിക്കർഷനിൽ ഒരു സംഭവം പറഞ്ഞ് ഫംഗ്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാക്ടർ നമ്മുടെ മുമ്പത്തെ ഫോർ ലൂപ്പ് ഉണ്ട് കയ്യിൽ അല്ലേ. അപ്പോൾ ഫോർ ലൂപ്പിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, i less than n. ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ കൊടുക്കാം. ഇഫ് i less than n ആണെങ്കിൽ റിട്ടേൺ ഫാക്ടോറിയൽ, അല്ലെങ്കിൽ റിട്ടേൺ എന്ത് ചെയ്യണ്ടേ, നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പാരാമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞോ, റിട്ടേൺ 0 റിട്ടേൺ 1 എന്തെങ്കിലും നിങ്ങൾ പാസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ റിട്ടേൺ 1 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. വേണ്ട, നമുക്ക് നേരത്തെ റിട്ടേൺ 0 കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ വരാം. അപ്പോൾ ഈ i less than n ആണെങ്കിൽ ഫാക്ടോറിയൽ കൺട്രോൾ ആണ്. അതായത് ഞാൻ ഇവിടെ i less than n ആണെങ്കിൽ ഫാക്ടോറിയൽ കാണണം, ഫോർ ലൂപ്പ് പോലെ തന്നെ. പക്ഷേ എൽസ് കേസ് വരുന്നു, ആ i less than n അല്ല, ഫോൾസ് വരുന്ന സമയത്ത് റിട്ടേൺ 0 അടിക്കണം. റിട്ടേൺ 0 അടിക്കാതെ അവിടെ ഫംഗ്ഷൻ ക്ലോസ് ആയി. കാരണം ഫംഗ്ഷൻ വിളിച്ചുകൊണ്ടായിരുന്നു. ഒരു ഏത് സമയത്ത് i less than n equal to n ആയി, അപ്പോൾ ഫാക്ടോറിയൽ ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഐഡിയ ഓക്കെ. പിന്നെ വിളിക്കുമ്പോൾ i equal to 1 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ i equal to 1 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ i equal to 1 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യണം. ഇൻറ്റ് i equal to 1 ആയിരുന്നു അല്ലേ. അതേപോലെ തന്നെ n 5 ആണ്. അപ്പോൾ ഇൻറ്റ് n equal to 5. അപ്പോൾ രണ്ടും മറക്കരുത്. അപ്പോൾ ഇവിടെ ഐയും എന്നും അറിഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ i++ ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ, ബാക്കി ഒരു പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിങ് നമുക്ക് ഇവിടെ വേണം കൊടുക്കാം. എന്താ, പ്രിൻ്റ് ഓഫ് ഫാക്ടോറിയൽ ഈക്വൽ ടു കോമ, ബാക്കി ഡിസൈനൊക്കെ നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാം. /n, സോറി വലിയ /n, ഇവിടെ /n, ന്യൂ ലൈൻ ക്യാരക്ടറാണ്, മാർക്കരുത് കേട്ടോ. ഇവിടെ ഫാക്ടോറിയൽ കഴിഞ്ഞിട്ട് ഒരു ക്ലോസിങ് ബ്രേസ് ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിൻറ്റിങ് ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓക്കെ. പിന്നെ അത് നോക്കിയോ, i less than n അതും ഓക്കെ കണ്ടീഷൻ. ഇൻക്രിമെൻറ്റ് സോറി ഇനീഷ്യലൈസേഷനായി. പിന്നെ ബാക്കിയുള്ളത് സ്റ്റേറ്റ്മെൻറ്റും, ആ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റും i++ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഉള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കേസുകൾ ഞാൻ പറഞ്ഞു, ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു i. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു i. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്ന വാല്യൂ ആദ്യം 1 വരും, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 1 വന്നു. അപ്പോൾ റിട്ടേൺ i less than n ട്രൂ ആണ്. അപ്പോൾ റിട്ടേൺ എന്തുകൊണ്ട് ചെയ്യണം, ആദ്യം 1 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു ഫാക്ടോറിയൽ. അപ്പോൾ 1 ഓൾറെഡി നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ i ഇൻറ്റു ഫാക്ടോറിയൽ. ഇനി i ഇൻറ്റു ഫാക്ടോറിയൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ i ഇൻറ്റു ഫാക്ടോറിയൽ വരുമ്പോൾ 1 1 1 1 1 1 അങ്ങനെ പോയിക്കൊണ്ടാവും. അപ്പോൾ ഇത് ശരിയല്ല, കാരണം ഐയുടെ വാല്യൂ എപ്പോഴും 1 ആവുന്നത് ശരിയല്ല. കാരണം അത് ലൂപ്പ് എൻഡ് ആവില്ല. കാരണം ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് വരണം, ലൂപ്പ് എൻഡ് ആണ്. അപ്പോൾ ഞാനിത് മെയിൻ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തു ഐയുടെ വാല്യൂ, എന്നിട്ട് ഐനെ ആർഗ്യുമെൻറ്റിൽ പാസ് ചെയ്തു. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ് വെച്ചാണ്, അത് മറക്കരുത്. എന്നിട്ട് ഇവിടെ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോൾ ഇൻറ്റ് ഐ എന്ന് പറയുമ്പോൾ ഫാക്ടോറിയൽ എന്നൊരു ഫംഗ്ഷൻ മാറിപ്പോയി, കാരണം ഒരു ആർഗ്യുമെൻറ്റുള്ള ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് ഐ. അപ്പോൾ ശ്രദ്ധിക്കണം, ഐ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ഐ, അതായത് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു ഇങ്ങനെ പോയിക്കൊണ്ടാവും അല്ലേ. അത് ശരിയാണോ? അല്ല.
അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് ഐ പ്ലസ് 1 ചെയ്യണം, അല്ലെങ്കിൽ ഐ പ്ലസ് പ്ലസ്. ഇതൊരു ഐ പ്ലസ് 1, ഐക്കുള്ള ഐ പ്ലസ് 1 ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഐ പ്ലസ് പ്ലസ് ആണെങ്കിൽ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ n ആവുന്നവരെ അത് ക്ലോസ് ആവും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നില്ല, എടുത്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും ആയിട്ടുണ്ട്, ഇൻക്രിമെൻ്റ് സ്റ്റെപ്പും ആയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ കൊടുക്കുന്നത് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ, വർക്ക് ചെയ്യുന്നുണ്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്രോസസ്സൊക്കെ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ GCC fact.c. എന്തോ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഐയുടെ പ്രശ്നമുണ്ട്. ഐ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ഐ പ്ലസ് പ്ലസ്. ഐയുടെ വാല്യൂ 1 ആണ് കൊടുത്തത്. എന്നിട്ട് ഫാക്ടോറിയൽ വരും. 1 ലെസ് ദാൻ n ആണ് ചെക്ക് ചെയ്യും. അല്ല, സോറി, അതെ, 1 ലെസ് ദാൻ n ആണ്, കാരണം n 5 ആണ്. എന്നിട്ട് ഐ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ഐ പ്ലസ് പ്ലസ്. ഞാൻ 2 കൊടുത്തു, വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ് നമ്മളെ സാധാരണ പ്രോഗ്രാം ചെയ്യുന്നത്. കമ്പയറൊന്നുമില്ല. അപ്പോൾ എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെ ഈ പച്ച മാർക്കുണ്ട് കേട്ടോ, അവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. ഐ പ്ലസ് പ്ലസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഐ പാസ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ കാര്യം, ഐ പാസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം, വർക്കാവുന്നുണ്ടോ. ./ ഈ ഔട്ടാണ് നമ്മുടെ ഇത്. ഫാക്ടോറിയൽ ഓഫ് 0, 5യുടെ വാല്യൂ വരുന്നില്ല. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ ഇതിനെ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം എന്താണ്. കൺസെപ്റ്റ് ഓക്കെ, നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കിയേ, പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഡിസൈൻ ചെയ്യേണ്ട ആദ്യം. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം മെയിൻ ഫംഗ്ഷനോട്ട് വരും. മെയിൻ ഫംഗ്ഷൻ ഫാക്ടോറിയൽ ഓഫ് ഐ കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് ഐ എന്ന് പറയുമ്പോൾ 1, അതായത് ഫാക്ടോറിയൽ ഓഫ് 1 കോൾ ചെയ്യും. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1 ഇവിടെ വരുമ്പോൾ 1ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും, ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്ത് കയറും, 1ൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് ചെയ്ത് ഫാക്ടോറിയൽ ഓഫ് 1 ആദ്യം കോൾ ചെയ്യും. എന്നിട്ട് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 ആണ്. അല്ല, അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 2 കാണും. എന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് 2 ഇത് ആദ്യമേ മാറും, കാരണം എന്താ, 1 ഇൻറ്റു നെക്സ്റ്റ് വിളിക്കുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 എന്താ, ഫാക്ടോറിയൽ 2 എന്ന് വരുമ്പോൾ 2 ലെസ് ദാൻ n ട്രൂ ആണ്. അപ്പോൾ 2 + 1 3 കാണും. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 ആണല്ല, അപ്പോൾ 3 ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഐ 1 ആണ് കൊടുത്തത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് ഐയുടെ വാല്യൂ 1 വരും. ഐയുടെ വാല്യൂ 1 അല്ല 2 വരും. അതായത് ഐ ലെസ് ദാൻ n ആണ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഐ പ്ലസ് 1 ചെയ്യും. എന്നിട്ട് ഐയുടെ വാല്യൂ 2 ആവും. അപ്പോൾ ഇവിടെ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് 2. എന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് 3 കാണും. എന്നിട്ട് ഇവിടെ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 എന്താണ്, ഫാക്ടോറിയൽ ഓഫ് 3 ഫാക്ടോറിയൽ ഓഫ് 2 തന്നെയാണ്. കാരണം ഇവിടെ നോക്കുക, ഈ ഒരു ഇതാണ് ഫാക്ടോറിയൽ ഓഫ് ഐ എന്നുള്ളത്. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ഫാക്ടോറിയൽ 2 കാണും. അപ്പോൾ ഫാക്ടോറിയൽ 2 എന്താണ്, ഫാക്ടോറിയൽ ഓഫ് 3 ആണ്. അതായത് ഫാക്ടോറിയൽ ഓഫ് 2 വിളിക്കുമ്പോൾ ഐയുടെ വാല്യൂ 2 ലെസ് ദാൻ n ആണോ, 5 ആണ്, ട്രൂ ആണ്, കാരണം 2 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ 2നെ ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 കാണും. അപ്പോൾ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 കാണും. എന്നിട്ട് 4 വരും. അപ്പോൾ 4 വരുന്ന സമയത്ത് ഇതേപോലെ 2 ഇൻറ്റു ഓൾറെഡി 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 എന്താണ്, സെയിം നമ്മൾ വെച്ചാൽ ഫാക്ടോറിയൽ ഓഫ് 3 എന്താണ്, 3 ലെസ് ദാൻ n ആണ് ചെക്ക് ചെയ്യുക. എന്നിട്ട് 3 ഈക്വൽ ടു 3 + 1 ആക്കും. എന്നിട്ട് 3 ഈക്വൽ 3 + 1 4 ആണ്. 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 കാണും. ഓക്കെ, ഇനി 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഉണ്ട്. ഇനി 4 വന്നിട്ട് അതിന് ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു
ഫാക്ടർ ഓഫ് 4 എന്താണ്? 4 ലെസ് ദാൻ n. 4 ഈക്വൽ 4 പ്ലസ് 1. അപ്പോൾ 5 ഇൻറ്റു ഫാക്ടർ ഓഫ് 5. ഇത് റൺ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ ഫാക്ടർ ഓഫ് 5 ഉണ്ട്. ഇനിയിപ്പോൾ ഫാക്ടർ ഓഫ് 5 i ലെസ് ദാൻ ഈക്വൽ ടു n ആണ്. കാരണം 5 ഫാക്ടർ ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 ലെസ് ദാൻ ഈക്വൽ n ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 6 കാണും. ഓക്കെ. ഇനി ഫാക്ടർ ഓഫ് 6 കാണുമ്പോൾ അതിൽ ഫാക്ടർ ഓഫ് 6 എന്ത് വരും? 6 ലെസ് ദാൻ n ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ എൽസ് കേസ് വരും. അപ്പോൾ എൽസ് കേസ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയോ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു ഫാക്ടർ ഓഫ് 6 0 ആണ് അതെ. ഇത്രയും റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതാണ് നമുക്ക് 0 ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 0ന് പകരം നമുക്ക് 1 കൊടുത്ത് നോക്കാം. 1 കൊടുത്താൽ ഓക്കെയാണ്, കാരണം ഇവിടെ 1 വരും. അപ്പോൾ അതൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തു. പിന്നെ 3 ഇൻറ്റു കേട്ടോ. പിന്നെ ഒരു 5 ഫാക്ടോറിയൽ കാണണമെങ്കിൽ 6ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, 6ൻ്റെ ആവശ്യം നമുക്കില്ല. അതായത് i ലെസ് ദാൻ ഈക്വൽ ടു n വരെ പോകേണ്ട ആവശ്യമില്ല. i ലെസ് ദാൻ n വരെ വന്നതാണ്. പക്ഷേ ഈക്വൽ ടു n വരുമ്പോൾ അതിനെ n തന്നെ റിട്ടേൺ ചെയ്യിച്ചാൽ മതി. അതായത് ഇവിടെ ഈ ഒരു ഇതിൽ ഈ ഒരു കോഡ് മാറും. 5 ഇൻറ്റു 5 ഫാക്ടർ ഓഫ് 5 അല്ല, ഇവിടെ അല്ല, 4 കഴിഞ്ഞിട്ട് 4 പ്ലസ് 1 5 വരും. എന്നിട്ട് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു ഫാക്ടർ ഓഫ് 5 എന്ന് പറയുന്നത് i ലെസ് ദാൻ n വരും. അപ്പോൾ ഫോൾസ് ആവും. ഫോൾസ് ആകുമ്പോൾ ഇതിലോട്ട് വരും. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 1 മാത്രം വന്നാൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ n വേണ്ട, 1 മാത്രം വന്നാൽ മതി. ഓക്കെ. അപ്പോൾ കൺസെപ്റ്റ് ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്. ജസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കുന്നത്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം കമ്പയർ ചെയ്യണം, പിന്നെ റൺ ചെയ്യണം. ഓക്കെ. 120. ഇപ്പോൾ ഞാനിപ്പോൾ നമ്പർ മാറ്റി 10 ഒരു 4 ആണ് കൊടുത്ത് വെച്ചോ. GCC കണ്ട 24. അപ്പോൾ ഒരു റിക്കർഷൻ പ്രോഗ്രാം നമുക്ക് സക്സസ്ഫുള്ളായി റൺ ചെയ്ത്, ഇതാണ് റിക്കർഷൻ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് അല്ല, ആ ലോജിക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ റിക്കർഷനിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ നിങ്ങൾ വീഡിയോസ് ബാക്ക്വേർഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക്വേർഡ് ചെയ്യുക. ഇനി ഇതൊരു ഫാക്ടറിൻ്റെ എക്സാമ്പിളാണ്, സമ്മതിച്ചു. ഇൻ കേസ് യൂസറാണ് ഈ n ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു അപ്ഡേഷനാണ്. യൂസറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ printf enter the number to find factorial. യൂസറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ scanf %d, n ആംപർസെൻ്റ് n ആണ്. സിൻടാക്സ് മറക്കരുത്. ആംപർസെൻ്റ് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സാണ്. ഇനി ഇൻ്റെ n ചക്കയെ മാങ്ങയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇൻ്റെ n ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ. സ്കാനഫിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്കാനഫ് ഓക്കെ. എന്നിട്ട് നോക്കി, ഇത് ഞാൻ റീഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫംഗ്ഷൻ ഈ n അറിയില്ല. കാരണം ഇവിടെ n = 4 ആണ്. കാരണം ഈ n ഈ ഫാക്ടറിന് സ്വന്തവും ഈ n ഈ മെയിനിന് സ്വന്തമാണ്. അതിനപ്പുറത്തോട്ട് പോകില്ല. അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആർഗ്യുമെൻറ്റ് വഴി പാസ് ചെയ്യണം. അപ്പോൾ ഈ n നമുക്ക് ആർഗ്യുമെൻറ്റ് വഴി ഫാക്ടറികൾ പാസ് ചെയ്യാം. എവിടെ? ഇവിടെ i, n. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇൻറ്റ് n എന്ന് പറയാം. ഈ n ഞാൻ ഒഴിവാക്കി. ഇവിടെ ഞാൻ n പാസ് ചെയ്തു. അപ്പോൾ ഫാക്ടോറിയൽ എന്ന ഫംഗ്ഷൻ പറയുമ്പോൾ എല്ലായിടത്തും ഞാൻ മാറ്റി 2 ആർഗ്യുമെൻറ്റ് എടുത്തിട്ട് കൊടുത്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. GCC ഫാക്ടർ എൻ്റർ ദ നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ. 424 5 120. ഓക്കെ. അപ്പോൾ പ്രോഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ശീലിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ട്. ഫാക്ടർ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ പാർട്ട് 2 ഉണ്ട്. അതായത് വേറൊരു രീതിയിൽ നമുക്ക് റിക്കർഷൻ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ അതും കൂടി നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക.
എന്തായാലും പ്രോഗ്രാംസ് ബൈ ഹാർട്ട് പഠിക്കാൻ പാടില്ല. സിൻടാക്സ് മാത്രം ബൈ ഹാർട്ട് പഠിക്കുക, ബാക്കി ലോജിക്ക് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.